പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിൽ ഫസ്റ്റ് സെമസ്റ്റർ BA എക്കണോമിക്സ് ഓണേഴ്സും അതുപോലെ BA എക്കണോമിക്സ് ഇസ്ലാമിക് ഫിനാൻസ് ഫോറിൻ ട്രേഡ് BA എക്കണോമെട്രിക്സ് BA ഡെവലപ്മെന്റ് സ്റ്റഡീസ് മേജർ വിഷയമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അതിൽ ഷഫി കോളേജ് ഉണ്ട്. ഷഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് ആണ്. ഓട്ടോണമസ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഓട്ടോണമസ് ആയതുകൊണ്ട് തന്നെ നേരത്തെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ BA പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ വളരെ കൃത്യമായിട്ട് പറയാം, നമ്മൾ മുൻപ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് അതിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിൽ കുറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു, ഇതിൽ കുറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് എല്ലാ കണ്ടന്റും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എഴുതാൻ കഴിയുന്ന രീതിയിലേക്ക് കണ്ടന്റിനെ മനസ്സിലാക്കി ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ട്രേഡ് ഓഫ്. എന്താണ് ട്രേഡ് ഓഫ് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. നമ്മളെ മുന്നിൽ രണ്ട് അൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് എടുക്കുമ്പോൾ മറ്റൊന്ന് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഒന്നിന് വേണ്ടിയിട്ട് മറ്റൊന്ന് സാക്രിഫൈസ് ചെയ്യണം. ട്രേഡ് ഓഫ് റെഫേഴ്സ് ടു ദ നെസസിറ്റി ഓഫ് ചൂസിങ് ബിറ്റ്വീൻ അൾട്ടർനേറ്റീവുകൾക്കിടയിലുള്ള ചൂസ് ചെയ്യാണ് നമ്മൾ ഏതാണെന്നുള്ളത്. അതിന്റെ ആവശ്യകത യൂസസ് ഓഫ് റിസോഴ്സ് ബിക്കോസ് ഓഫ് സ്കേഴ്സിറ്റി. ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയറിനും എഡ്യൂക്കേഷനും കൊടുക്കുമ്പോൾ ഏതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് പ്രധാന കാരണം എന്താണ്, ലിമിറ്റഡ് ഫണ്ടാണ്. മാർക്കറ്റ് ഫെയിലിയർ എന്ന് നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഫെയിലിയർ ഒക്കേഴ്സ് വെൻ മാർക്കറ്റ് ഡു നോട്ട് അലോക്കേറ്റ് റിസോഴ്സ് എഫിഷ്യൻലി. മാർക്കറ്റ് റിസോഴ്സ് വളരെ കറക്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തില്ല. ഇതെന്ത് ചെയ്യും, എക്കണോമിക് വെൽഫെയർ ലോസ് ചെയ്യും. അപ്പൊ ഇതിന് രണ്ടിനും ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എക്സാമ്പിൾ നിർബന്ധമൊന്നുമില്ല, പക്ഷെ എക്സാമ്പിൾ എഴുതുമ്പോൾ ഒന്നുകൂടി നല്ലതാണ്. മാർക്കറ്റ് ഫെയിലിയർ, പൊല്യൂഷൻ ഈസ് എ മാർക്കറ്റ് ഫെയിലിയർ ആണ്. അവിടെ സോഷ്യൽ കോസ്റ്റ് ഈസ് ഹയർ ദാൻ ദ പ്രൈവറ്റ് കോസ്റ്റ്. പ്രൈവറ്റ് കോസ്റ്റിനാണ് കൂടുതൽ സോഷ്യൽ കോസ്റ്റ് ആണ് റിക്വയറിംഗ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഇനി എന്താണ് ലേസിസ് ഫെയർ? ലേസിസ് ഫെയർ എന്ന് എല്ലാവർക്കും എന്താണെന്ന് അറിയാം. ലേസിസ് ഫെയർ എക്കണോമിക് ഫിലോസഫിയാണ്. അത് പറയുന്നത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ മാർക്കറ്റിൽ വളരെ കുറക്കണം എന്നുള്ളതാണ്. അലോ ഫ്രീ കോമ്പറ്റീഷൻ ടു ഡ്രൈവ് റിസോഴ്സ് അലോക്കേഷൻ. ആഡം സ്മിത്തിന്റെ ഇൻവിസിബിൾ ഹാൻഡ് അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ പറയണം. മാർക്കറ്റ് സെൽഫ് ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് അത് റെഗുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. വാട്ട് ഈസ് എക്കണോമിക് തിയറി, ഹൗ ഇസ് ഡിഫറെന്റ് ഫ്രം ലോ? എക്കണോമിക് തിയറി എന്ന് പറയുന്നത് ഫ്രെയിംവർക്ക് എക്സ്പ്ലെയിൻ എക്കണോമിക് ബിഹേവിയർ. എക്കണോമിക് ബിഹേവിയർ പറയുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ്. ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് കണ്ടീഷൻ ആൻഡ് ഇൻവോൾവിംഗ്. ഫോർ എക്സാമ്പിൾ പറയുന്നത് ലോ ഡിമാൻഡ്. എക്കണോമിക് ലോ എന്താണ്, എ യൂണിവേഴ്സൽ ആൻഡ് കൺസിസ്റ്റന്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്കണോമിക് പ്രിൻസിപ്പിൾ അണ്ടർ ഗിവൺ കണ്ടീഷൻ. പ്രത്യേക കണ്ടീഷനിലുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എക്കണോമിക് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ. ഇത് സിലബസിൽ വേരിയബിൾ പറയുന്നിടത്ത് ചില ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട്. സ്റ്റോക്ക് വേരിയബിൾ മെഷർഡ് അറ്റ് എ സ്പെസിഫൈഡ് ടൈം. ഒരു ടൈമിൽ ഉള്ളതാണ് നമ്മൾ സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. ഫ്ലോ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈം. മറ്റേതാണ് ഇപ്പോൾ എത്ര എന്നുള്ളതാണ് സ്റ്റോക്കിൽ. ഫ്ലോ എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ എന്ത് എന്നുള്ളത്. ഓക്കെ, വെൽത്ത് ക്യാപിറ്റൽ സ്റ്റോക്ക് ഒക്കെ എന്താണ്, സ്റ്റോക്ക് വേരിയബിൾ ആണ്. ഫ്ലോ വേരിയബിൾ ഇൻകം, ഒരു വർഷത്തിൽ ഇത്രയായിരുന്നു ഇൻകം. വാട്ട് ഈസ് സർക്കുലർ ഫ്ലോ ഓഫ് മോഡൽ? അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹൗസ് ഹോൾഡും ഫേമും തമ്മിലുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. അതിന്റെ ഗുഡ്സ് ആൻഡ് സർവീസ് മണിയുടെ എക്സ്ചേഞ്ചിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. അതിൽ ടു സെക്ടർ മോഡൽ വരച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വാട്ട് ആർ ലിമിറ്റ്സ് ആൻഡ് ചോയ്സ്? ലിമിറ്റ് റെഫേഴ്സ് ടു കൺസ്ട്രെയിന്റ് ഇമ്പോസ്ഡ് ബൈ റിസോഴ്സ് സ്കേഴ്സിറ്റി. റിസോഴ്സ് ഒരു കൺസ്ട്രെയിന്റ് ആണ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ചോയ്സ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഏത് ചൂസ് ചെയ്യണം, നമുക്ക് മാക്സിമം യൂട്ടിലിറ്റി വെൽഫെയർ ഉണ്ടാകാൻ. അതാണ് ഡിഫറെന്റ് ചോയ്സ് ഉണ്ടാവും എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ മാർജിൻ ആൻഡ് അനാലിസിസ്. മാർജിൻ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, അഡീഷണൽ ബെനിഫിറ്റും അഡീഷണൽ കോസ്റ്റും. അപ്പോൾ എപ്പോഴും അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാർജിനൽ ബെനിഫിറ്റും, അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ് മാർജിനൽ കോസ്റ്റുമാണ്. അതിൽ മാർജിനൽ ബെനിഫിറ്റ് മാർജിനൽ കോസ്റ്റിനെക്കാട്ടി കൂട്ടണം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ആ ഡിസിഷൻ ആണ് എടുക്കേണ്ടത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റിലെ റിസോഴ്സ് അലോക്കേഷൻ ഗൈഡഡ് ബൈ മാർക്കറ്റ് ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ മാർക്കറ്റിലെ സാധനങ്ങളുടെ റിസോഴ്സിന്റെ അലോക്കേഷൻ, അവിടുത്തെ പ്രൈസ് ഡിറ്റർമിനേഷൻ ഒക്കെ ചെയ്യുന്നതിനെ എന്ത് പറയുന്നത്, മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത്. അത് ഡിമാൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ്. എക്സ്പ്ലെയിൻ കോൺസെപ്റ്റ് ഓഫ് മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് മാർക്കറ്റ് എക്കോണമിന്റെയും കമാൻഡ് സിസ്റ്റത്തിന്റെയും ബോത്ത് രണ്ടും കൂടി ചേർന്ന എലമെന്റ് ആണ്. ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറും ജോയിന്റ്ലി മാനേജ് എക്കോണമി. ഇന്ത്യൻ എക്കോണമി ഒരു മിക്സഡ് എക്കോണമിയാണ്. സെക്ഷൻ ബിയിൽ എക്സ്പ്ലെയിൻ ദ എനി ഫോർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. ആദ്യം തന്നെ പറയുന്നത് ഞാൻ സിലബസിൽ ഇങ്ങനെ ഒരു ഭാഗം കണ്ടിട്ടില്ല, എന്നാൽ ഇവിടെ പറയുന്നുണ്ട്. ചില ഗൈഡ് ബുക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. ആഡം സ്മിത്തിന്റെ, ആൽഫ്രഡ് മാർഷൽ, ലാനൽ റോബിൻസൺ, സാമുവൽസന്റെ 4 ഡെഫിനിഷൻ. ഞാൻ അതിന് വലിയൊരു ഇമ്പോർട്ടന്റ് കൊടുക്കുന്നില്ല വരാനുള്ള സാധ്യതയെ കുറിച്ച്. വൈ സ്റ്റഡി എക്കണോമിക്സ് ഇമ്പോർട്ടന്റ്? എക്കണോമിക്സ് ഹെൽപ്പ് അണ്ടർസ്റ്റുഡ് റിസോഴ്സ് അലോക്കേഷൻ. ഇറ്റ് പ്രൊവൈഡ് ടൂൾസ് അഡ്രസ് ഇഷ്യൂസ്, എനാബിൾസ് ഇൻഫോർമഡ് ഡിസിഷൻ മേക്കിംഗ് ഫോർ ഇൻഡിവിജ്വൽ. നമ്മളിപ്പോൾ പഠിച്ചത് എന്തുകൊണ്ടാണ് എക്കണോമിക്സ് ഇമ്പോർട്ടന്റ്, റിസോഴ്സ് അലോക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കാണാൻ കഴിയും. അതേപോലെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. ആർക്കൊക്കെ? ഇൻഡിവിജ്വലിനും ബിസിനസിനും ഗവൺമെന്റിനൊക്കെ. ഗൈഡ്സ് പോളിസീസ് ഫോർ സസ്റ്റൈൻഡ് ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി. സസ്റ്റൈൻഡ് ഡെവലപ്മെന്റിനുള്ള ഒരു പോളിസിക്കുള്ള ഒരു ഗൈഡ്സ്. ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് നോർമേറ്റീവ് എക്കണോമിക്സ് ഫ്രം പോസിറ്റീവ് എക്കണോമിക്സ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഡിസ്ക്രിപ്റ്റീവ് ബേസ്ഡ് ഓൺ ഫാക്ട് ആൻഡ് കോസ്റ്റ് എഫക്ട് റിലേഷൻഷിപ്പ്. ഫാക്ട് ആൻഡ് കോസ്റ്റ് എന്താണെന്ന് പറയുന്നതിന് പോസിറ്റീവ് എന്ന് പറയും, നോർമേറ്റീവ് എന്ന് പറയും, പ്രിസ്ക്രിപ്റ്റീവ് ഇൻവോൾവ് വാല്യൂ ജഡ്ജ്മെന്റ്. നമ്മളെ ഒരു കാര്യത്തെ കുറിച്ച് വാല്യൂ ജഡ്ജ്മെന്റ് നടത്തിക്കൊണ്ട് നമ്മൾ പറയും നോർമേറ്റീവ് എക്കണോമിക്സ്. വാട്ട് ഓട്ട് ടു ബി എന്ന് പറയും. അൺഎംപ്ലോയ്മെന്റ് ഷുഡ് ബി റെഡ്യൂസ്. ഇതിനെ ആൻസർ കീ ആണ് പറയുന്നത്. എക്സ്പ്ലെയിൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോം ദിയർ ഹൗ ഇറ്റ് ഷോസ് സ്കേർസിറ്റി ചോയ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോഴ്സ്. നമുക്കറിയാം എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. രണ്ട് ഗുഡ്സിന് ഒരു എക്കോണമിയിലെ മുഴുവൻ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന രണ്ട് ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷനുകൾ കൂടി ചേർന്നതാണ് എന്ത്? PPF അല്ലെങ്കിൽ PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നൊക്കെ പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതാണ് കർവ്. ഇത് വരക്കാൻ പഠിക്കുക, ഇത് വരച്ച് പഠിക്കണം എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക. സ്കേർസിറ്റി ആവുമ്പോൾ എന്തായിരിക്കും? പോയിന്റ്സ് ഔട്ട്സൈഡ് ദ PPF ആർ അൺഅറ്റൈനബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PPFന്റെ മുകളിലുള്ള പോയിന്റ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കില്ല. ചോയ്സ് എന്ന് പറയുന്നത് പോയിന്റ് ഓൺ ദ PPF റെപ്രസെന്റ് ഡിഫറെന്റ് റിസോഴ്സ്. ഇതിലുള്ള പോയിന്റിനെ എന്ത് പറയുന്നത്? ചോയ്സ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി മൂവിങ് അലോങ് PPF ഷോസ് ദ കോസ്റ്റ് ഓഫ് ഫോർഗോൺ ആൾട്ടർനേറ്റീവ്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. മറ്റൊരു പോയിന്റിലേക്ക് അതിൽ തന്നെ മൂവ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? PPF എന്ന് പറയുന്നതും അതിന്റെ മറ്റു കാര്യങ്ങൾ. ഇനി ഇതിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? അത് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, എക്സ്പ്ലെയിൻ സെൻട്രൽ പ്രോബ്ലം ഫേസ്ഡ് ബൈ ആൻ എക്കോണമി. 5 പ്രോബ്ലം നമ്മൾ പഠിച്ചിരുന്നു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു. ഇതാണ് 3 പ്രോബ്ലം ആണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ. 5 പ്രോബ്ലം പഠിക്കുന്നുണ്ട്. 5ഉം എഴുതാൻ പറ്റുകയാണെങ്കിൽ എഴുതുക. വാട്ട് ആർ ദ കീ സ്റ്റെപ്സ് ഇൻ സയന്റിഫിക് മെത്തേഡ് ഓഫ് എക്കണോമിക് അനാലിസിസ്? ആദ്യം എന്താണ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, അതിനുള്ള ഹൈപ്പോസ് ഫോർമുലേറ്റ് ചെയ്യുക, അതിനുള്ള ഡാറ്റ കളക്ട് ചെയ്യുക, ടെസ്റ്റ് ഹൈപ്പോസ്, എന്നിട്ട് എന്ത് ചെയ്യുക? ഹൈപ്പോസ് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഡ്രോ കൺക്ലൂഷൻ, ഫോർമുലേറ്റ് തിയറീസ് ഓഫ് ലോ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് കമാൻഡ് എക്കോണമി. കമാൻഡ് എക്കോണമിയുടെ സൈലന്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആയിരിക്കട്ടെ ഡിസിഷൻ എടുക്കുക, പ്ലാനിങ്ങിലൂടെ ആയിരിക്കും അലോക്കേഷൻ ഓഫ് റിസോഴ്സ്, ലിമിറ്റഡ് റോൾ ഓഫ് പ്രൈവറ്റ് എന്റർപ്രൈസ്, ലിമിറ്റഡ് റോൾ ആൻഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് അവിടുത്തെ മെയിൻ ഫോക്കസ്. പബ്ലിക് വെൽഫെയർ ആണ്. ഫോർമർ സോവിയറ്റ് യൂണിയൻ. വാട്ട് ആർ ദ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ദാറ്റ് മാർക്കറ്റ് സിസ്റ്റം മസ്റ്റ് അഡ്രസ്? നമുക്കറിയുന്ന എന്താണ് മാർക്കറ്റ് സിസ്റ്റം അഡ്രസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ? എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആരാണ് ഇത് കൺസ്യൂം ചെയ്യുക, ഈ സാധനങ്ങളൊക്കെ. ഇനി അടുത്തത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. നെക്സ്റ്റ് എസ്എ ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം 10 പ്രിൻസിപ്പിൾസ് വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വിശദീകരിച്ച് എഴുതുക. ഇനി എങ്ങനെ ഹൗ ദ മാർക്കറ്റ് സിസ്റ്റം ഡീൽസ് വിത്ത് റിസ്ക്? എന്താണ് മാർക്കറ്റ് സിസ്റ്റം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എഴുതാവുന്നതാണ്. പ്രോഫിറ്റ് സിസ്റ്റം എങ്ങനെ റിസ്കിൽ ഇവര് ഡീൽ ചെയ്യുന്നത്, ഡീലിംഗ് വിത്ത് ലോസ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ബെനിഫിറ്റ് റെസ്ട്രിക്ഷൻ, ബിസിനസ് റിസ്ക് ടു ഓണേഴ്സ്, അട്രാക്റ്റിംഗ് ഇൻപുട്ട്, ഫോക്കസിങ് അറ്റൻഷൻ, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.